ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് തരാം. അതിലൊന്നാമതായിട്ട് നിങ്ങൾക്ക് നൈറ്റ് മൊത്തം നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിൽ സ്ക്രോൾ ചെയ്തിരിക്കാം, തെറ്റായിട്ടുള്ള വീഡിയോസുകൾ കാണാം, ദെൻ രാവിലെ വളരെ ലോ എനർജിയോട് കൂടിയിട്ട് എണീക്കാം, ദെൻ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാം, എക്സസൈസ് ചെയ്യാതിരിക്കാം. ഇത്തരത്തിൽ നിങ്ങളുടെ സ്റ്റഡീസിലും നിങ്ങളുടെ കരിയറിലും എവിടെയും എത്താതെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ജീവിച്ചു തീർക്കാം. ഇനി രണ്ടാമതായിട്ട് ഈ ഒരു വീഡിയോ അതിൻ്റെ അവസാനം വരെ കണ്ട് ഈ വീഡിയോയിൽ പറയുന്ന 6 പ്രിൻസിപ്പിൾസും നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് ഇപ്പോഴുള്ള ലൈഫിൽ നിന്ന് പുറത്ത് വന്ന് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ആ ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ തയ്യാറെടുക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ലോകത്തിലെ തന്നെ പല ആളുകളുടെയും ലൈഫ് ചേഞ്ചിങ്ങിന് കാരണമായ അവരുടെ ലൈഫിൽ അവർ അപ്ലൈ ചെയ്ത പവർഫുൾ ആയിട്ടുള്ള 6 പ്രിൻസിപ്പിൾസിനെ പറ്റിയാണ്. നമ്പർ 1, ബി പ്രൊആക്റ്റീവ്, നോട്ട് റിയാക്റ്റീവ്. ഫ്രണ്ട്സ്, മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഇടയിലുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മനുഷ്യന് ലസ്റ്റ്, ഹങ്ങർ, ഫിയർ, ആങ്കർ ഇതൊക്കെ അവരിലേക്ക് വരുമ്പോൾ ആ ഒരു സമയത്ത് നല്ല രീതിയിൽ ചിന്തിച്ച് അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു കഴിവുണ്ട്. ഇതിനെയാണ് നമ്മൾ പ്രൊആക്റ്റീവ് മൈൻഡ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഒരു മൃഗത്തിന് ഇത്തരത്തിലുള്ള ലസ്റ്റ്, ഹങ്ങർ ഇതൊക്കെ വരുമ്പോൾ നന്നായിട്ട് ചിന്തിച്ച് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. തന്നിലേക്ക് വരുന്ന ഇമോഷനെ അപ്പോൾ തന്നെ അത് ആക്ഷനാക്കി കൺവേർട്ട് ചെയ്യും. ഇതിനെയാണ് നമ്മൾ റിയാക്റ്റീവ് മൈൻഡ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ചില സമയങ്ങളിൽ മനുഷ്യരായിട്ടുള്ള നമ്മളും ഇത്തരത്തിൽ മൃഗങ്ങളെ പോലെ പെരുമാറാറുണ്ട്. ഇപ്പോൾ ഹെവി ട്രാഫിക്കുള്ള സമയത്ത് നമ്മളുടെ മനസ്സിലുള്ള ഫ്രസ്ട്രേഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ നമ്മളുടെ ഇമോഷൻസിന് അനുസരിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കും. ഒരുപാട് വർക്ക് ചെയ്യാനുള്ള സമയത്ത് നമ്മളുടെ പർപ്പസിനെ മാറ്റി വെച്ചുകൊണ്ട് നമ്മളുടെ മൈൻഡ് പറയും റീൽസ് കാണാം, ഷോർട്സ് കാണാം, തെറ്റായിട്ടുള്ള വീഡിയോസുകൾ കാണാം. ഇത്തരത്തിൽ നമ്മളുടെ പർപ്പസിനെ മറന്നുകൊണ്ട് ഇമോഷൻസ്, പ്ലഷർ ഇതിൻ്റെ പിന്നാലെ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. അതുപോലെ വെയിറ്റ് ഒരുപാട് കൂടുതലാണ്, അത് നമ്മൾ കുറയ്ക്കണമെന്ന് വിചാരിക്കും, പക്ഷേ അതിനായിട്ട് ടൈമില്ല, ജിമ്മിലേക്ക് പോകാൻ കാശില്ല. ഇത്തരത്തിൽ നമ്മളുടെ ഒരു ലേസി ഇമോഷനെ നമ്മളിങ്ങനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഇത്തരം സിറ്റുവേഷനിൽ ഒരു പ്രൊആക്റ്റീവ് മൈൻഡുള്ള പേഴ്സൺ ആണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ തൻ്റെ ഇമോഷൻസിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാതെ മറ്റുള്ളവരെയും സാഹചര്യങ്ങളെയും പഴിചാരാതെ 1 മിനിറ്റ് നന്നായിട്ട് ചിന്തിച്ചുകൊണ്ട് തൻ്റെ മനസ്സിലുള്ള നെഗറ്റീവ് ഇമോഷൻസിന് താനാണ് റെസ്പോൺസിബിൾ എന്ന് വിചാരിച്ചുകൊണ്ട് പോസിറ്റീവ് റെസ്പോൺസിനെ ക്രിയേറ്റ് ചെയ്യും. അതായത് നെഗറ്റീവ് തോട്ട്സ്, ലസ്റ്റ്ഫുൾ തോട്ട്സ് ഇങ്ങനെയുള്ള തോട്ട്സൊക്കെ വരുമ്പോൾ അത് നോർമലാണെന്ന് ചിന്തിച്ച് ആ ഒരു തോട്ട്സിനെ കൺട്രോൾ ചെയ്ത് തൻ്റെ പർപ്പസിന് വേണ്ടി വർക്ക് ചെയ്യാൻ ഇവർക്ക് സാധിക്കും. അതുപോലെ വർക്കൗട്ട് ചെയ്യാനുള്ള മടി വരുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഇത് ആരും തന്നെ ചെയ്യില്ല, എൻ്റെ ഹെൽത്തിനെ സംരക്ഷിക്കുക എന്നുള്ളത് അത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ ആ ഒരു ലേസി ഫീലിങ്ങിനെ ഓവർകം ചെയ്ത് അവിടെ പ്രോപ്പറായിട്ടുള്ള ആക്ഷൻ എടുക്കാൻ അവർക്ക് സാധിക്കും. സോ ഒരു പ്രൊആക്റ്റീവ് മൈൻഡുള്ള പേഴ്സൺ എപ്പോഴും എങ്ങനെയായിരിക്കും? ഓക്കെ, അപ്പോൾ ഇതുവരെ നിങ്ങളുടെ മൈൻഡ് ഒരു മൃഗത്തെ പോലെ റിയാക്റ്റീവ് മോഡിലാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇനി മുതൽ അതിനെ പ്രൊആക്റ്റീവ് മോഡിലേക്ക് മാറ്റുക. ഇതിലൂടെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളെ കൊണ്ടുവരാൻ സാധിക്കും. നമ്പർ 2, ബി ലോജിക്കൽ, നോട്ട് ഇമോഷണൽ. കോളേജ് ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു ഗേളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു ഗേളുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ഭൂരിഭാഗം സമയവും ആ ഒരു ഗേളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ നല്ല രീതിയിലുള്ള ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ആയി. ബട്ട് ലൈഫിൽ തങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി ഒരു ഡിസിഷൻ എടുക്കേണ്ട ടൈം എത്തിയപ്പോൾ ആ ഒരു പെൺകുട്ടി അവനോട് പറഞ്ഞത് നമ്മൾ തമ്മിൽ നല്ല രീതിയിലുള്ള ഇമോഷണൽ ബോണ്ടിങ് ഒക്കെ ഉണ്ട്, ബട്ട് നിനക്ക് നല്ലൊരു ജോലിയില്ല, നല്ലൊരു കരിയറില്ല, സോ എങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഒരു പെൺകുട്ടി ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആക്കിയിട്ട് പോയി. അപ്പോഴാണ് അവന് മനസ്സിലാക്കാൻ സാധിച്ചത്, ശരിയാണ്, എൻ്റെ ലൈഫിൽ കരിയർ എന്നുള്ള സ്റ്റേജിൽ ഞാൻ നിൽക്കുന്നത് 0 ലെവലിലാണ്. ലവ്, ഇമോഷൻ ഇതിൻ്റെയൊക്കെ പിറകെ പോയപ്പോൾ ഞാൻ എൻ്റെ കരിയറിനെ മറന്നുപോയി എന്ന് അവന് തിരിച്ചറിയാൻ സാധിച്ചത് അന്നാണ്. ഇനി നമുക്ക് മറ്റൊരു സ്റ്റോറി നോക്കാം. ഇതെന്നുള്ളത് നമ്മുടെ ഈ ലോകത്തിലെ തന്നെ റിച്ചസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള ഇലോൺ മസ്കിൻ്റെ ബയോഗ്രഫി നടത്ത ഒരു ഇൻസിഡൻ്റ് ആണ്. ഇലോൺ മസ്കും അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള ജസ്റ്റിൻ വിൽസണും കോളേജ് ടൈം മുതലേ ലവേഴ്സ് ആയിരുന്നു. പലപ്പോഴും ക്ലാസ് വരെ കട്ട് ചെയ്തിട്ട് ഇവർ 2 പേരും പുറത്ത് കറങ്ങാൻ പോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവരുടെ പഠനത്തിൻ്റെ കാര്യത്തിൽ ഇവർ വളരെ ഫോക്കസ്ഡ് ആയിരുന്നു. ഇവർക്ക് 2 പേർക്കും എക്സാംസിലൊക്കെ 95% മുകളിലായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുമായിരുന്നു. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇലോൺ മസ്കിന് അദ്ദേഹത്തിൻ്റെ ലവും കരിയറും ഒരുപോലെ ബാലൻസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. സോ യങ് ഏജിൽ തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യാൻ സാധിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ മുന്നോട്ട് പോകാൻ സാധിച്ചത്, അദ്ദേഹത്തിൻ്റെ ലവറിനെയും മാരേജ് ചെയ്യാൻ സാധിച്ചത്. സോ നിങ്ങളുടെ ലൈഫിലും ലവർ, ഗേൾ ഫ്രണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ 100% എനർജി, ടൈം, ഫോക്കസ് ഇതെന്നുള്ളത് അതിലേക്ക് മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ സ്റ്റഡീസ്, വർക്ക്, കരിയർ ഇതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് രണ്ടിനെയും ബാലൻസ് ചെയ്യുക.
ബിക്കോസ് റിയാലിറ്റിയിൽ നിങ്ങളുടെ കയ്യിൽ നല്ല കാശ്, നല്ല സ്റ്റാറ്റസ് ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോവും. സോ ഡോണ്ട് ബി ആൻ ഇമോഷണൽ ഫൂൾ. നമ്പർ 3, ഡോണ്ട് ബി എ ഡോങ്കി വെൻ യു ആർ യങ്. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഒരു ചെറിയ കഥ നിങ്ങളോട് പറയാം. ഒരു കഴുത ഒരു മരുഭൂമിയിൽ വിശപ്പും ദാഹവും സഹിക്കാനാകാതെ അലങ്ങി തിരിഞ്ഞ് നടക്കുകയായിരുന്നു. അപ്പോഴാണ് ആ കഴുതയ്ക്ക് കുറച്ച് അകലെയായിട്ട് 2 ബോക്സുകൾ കാണാൻ സാധിച്ചത്. ആ ഒരു ബോക്സിൽ കഴുതയ്ക്ക് ഭക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വൈക്കോലും മറ്റേ ബോക്സിൽ ആ കഴുതയ്ക്ക് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ഉണ്ടായിരുന്നു. ഒരേ സമയം വിശപ്പും ദാഹവും ഉള്ളതുകൊണ്ട് തന്നെ ആ കഴുത വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് മാറി. അതായത് ആദ്യം വെള്ളം കുടിക്കണോ അതോ വൈക്കോല് തിന്നണോ, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ ആ ഒരു കഴുതയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ മണിക്കൂറുകൾ കടന്നുപോയി. അവസാനം ഒന്നും ചെയ്യാൻ പറ്റാതെ ആ ഒരു കഴുത മരിച്ചുപോയി. സോ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ യങ് ഏജിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഡോങ്കിയെ പോലെ ആവാതിരിക്കുക. അതായത് നമ്മളുടെ യങ് ഏജിൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. അതായത് നമ്മൾ ഏത് കരിയർ ചൂസ് ചെയ്യണം, ഇത് ചെയ്യണോ അത് ചെയ്യണോ, ജോലിയാണോ നല്ലത് അതോ ബിസിനസ്സാണോ നല്ലത്, ഇപ്പം നമുക്ക് ഒരു റിലേഷൻഷിപ്പ് വേണോ അതോ കരിയറിൽ ഫോക്കസ് ചെയ്യണോ, ഇത്തരത്തിലുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് നമ്മളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും. ഭൂരിഭാഗം യങ്സ്റ്റേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഇതെന്നുള്ളത്. അതായത് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ശരിയാവോ തെറ്റാവോ ഇത്തരത്തിൽ ചിന്തിച്ചുകൊണ്ട് അവസാനം അവർ ഒന്നും തന്നെ ചെയ്യാതെ ശരിയായിട്ടുള്ള സമയത്തിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ബട്ട് ഫ്രണ്ട്സ്, ഇവിടെ നിങ്ങൾ ആ ഒരു ഡോങ്കിയെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കുക. ആ ഒരു ഡോങ്കി അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്ന് വിചാരിച്ച് കൺഫ്യൂസ്ഡ് ആയതുകൊണ്ടാണ് ആ ഒരു ഡോങ്കി ചത്തുപോയത്. അതിന് ആ 2 കാര്യങ്ങളും ചെയ്യാനുള്ള ആ ഒരു ടൈം ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ്, നിങ്ങൾ ആഗ്രഹിച്ച ബിസിനസ് നിങ്ങളുടെ ജോലിക്കൊപ്പം തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ നിങ്ങളിപ്പോൾ ഒരു ലവ് റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. സോ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കും. ബട്ട് ഈ ഒരു സമയത്ത് അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്ന് വിചാരിച്ച് നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ഒരു ഡോങ്കിയുടെ അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. സോ നിങ്ങളുടെ യങ് ഏജിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. കാരണം നിങ്ങൾക്കുള്ളത് ഒരൊറ്റ ലൈഫ് മാത്രമാണ്. നമ്പർ 4, ഡോണ്ട് ബെഗ്, നോ യുവർ വർത്ത്. നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ലവർ ആണെങ്കിലും ചില സമയത്ത് അവർക്ക് നമ്മളോടുള്ള ആ ഒരു അട്രാക്ഷൻ നഷ്ടപ്പെടും. സോ ആ ഒരു ടൈമിൽ അവരോടുള്ള ആ ഒരു ഇഷ്ടം കാരണം വളരെ കെഞ്ചി വളരെ പ്ലീസ് ചെയ്ത് അവരോട് സംസാരിച്ച് ആ ഒരു റിലേഷൻ വീണ്ടും പഴയതുപോലെ ആക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അവരാണെങ്കിലോ മുഖത്തടിച്ച രീതിയിൽ നമ്മളോട് സംസാരിക്കുകയും ചെയ്യും. സോ ഫ്രണ്ട്സ്, ഇനി മുതൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. കാരണം നമ്മളെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഒരു ഘട്ടത്തിൽ നമ്മളെ ഇഷ്ടപ്പെടാതെ പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആ കാര്യങ്ങൾ അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ആ ഒരു റിലേഷൻ ഒരിക്കലും തന്നെ പിന്നീട് പഴയതുപോലെ ആകില്ല. സോ ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത്തരം ആളുകളുടെ ലൈഫിൽ നിന്നും മാറി നിൽക്കുക. ഇതാണ് നിങ്ങൾക്ക് കൊടുക്കുന്ന സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ളത്. നമ്പർ 5, ബിഗിൻ വിത്ത് എൻഡ് ഇൻ മൈൻഡ്. ജസ്റ്റ് ഇമാജിൻ, ഇപ്പം നിങ്ങൾ ഒരു ഫ്യൂണറലിലേക്ക് പോവുകയാണ്. ഈ ഒരു ഫ്യൂണറൽ എന്നുള്ളത് അത് നിങ്ങളുടെയാണ്. അവിടെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാ ആളുകളും നിങ്ങളെ അവസാനമായിട്ട് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. സോ അവിടെയുള്ളവരൊക്കെ ആ ഒരു സമയത്ത് എന്തായിരിക്കും നിങ്ങളെപ്പറ്റി സംസാരിക്കുക? നിങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനായിരുന്നു അവൻ, ജീവിക്കുകയാണെങ്കിൽ അവനെ പോലെ ജീവിക്കണം, ഇത്തരത്തിൽ സംസാരിക്കണോ അതോ നേരെ ഓപ്പോസിറ്റായിട്ട് സംസാരിക്കണോ? നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങൾ എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറുന്നു, എങ്ങനെ നിങ്ങൾ അവരെ ട്രീറ്റ് ചെയ്യുന്നു, ഇതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ കാലശേഷം നിങ്ങളെപ്പറ്റി അവർ എന്ത് പറയും എന്നുള്ളത്. ഭൂരിഭാഗം ആളുകളും ലൈഫിൽ കൈ നിറയെ പണം, നല്ല വീട്, നല്ല കാറ്, നല്ല കരിയർ ഇതിനു വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലായിരിക്കും. ഇറ്റ്സ് ഓക്കെ, നല്ലതാണ്. ബട്ട് ഇതിനേക്കാളും അപ്പുറം നമ്മുടെ ലൈഫിനെ മീനിങ് ഫുൾ ആക്കുന്നത്, സാറ്റിസ്ഫൈഡ് ആക്കി മാറ്റുന്നത് നമ്മളുടെ കാലശേഷവും നമുക്ക് ചുറ്റുമുള്ള ആളുകൾ എന്നും നമ്മളെ ഓർക്കും, എന്നും നമ്മളെ പറ്റി നന്നായിട്ട് സംസാരിക്കുമെന്നുള്ള ആ ഒരു ഫീലോട് കൂടി നമ്മൾ ഇന്ന് ജീവിക്കുമ്പോഴാണ്. സോ ഡെയിലി നിങ്ങൾ ഹാപ്പി ആൻഡ് പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളോടും സഹജീവികളോടും സ്നേഹത്തോടു കൂടി പെരുമാറുക. നമ്പർ 6, ലേൺ ഹ്യൂമൻ ഹാൻഡ്ലിംഗ് സ്കിൽസ്. എക്സാമിൽ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്നതോ ഒരു ടോപ്പറായിട്ട് മാറുന്നതോ ഇതൊന്നും തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് സക്സസിനെ കൊണ്ടുവരില്ല. 1983 സ്റ്റീവ് ജോബ്സ് ആപ്പിളിൻ്റെ ഗ്രോത്തിനായിട്ട് വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു CEO ആപ്പിളിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഇതിനായിട്ട് അദ്ദേഹം സെലക്ട് ചെയ്തത് അന്ന് കൊക്കക്കോളയുടെ CEO ആയിട്ടുള്ള ജോൺ സ്കള്ളിയെ ആയിരുന്നു. ബട്ട് 1983 ആപ്പിളിൽ സ്റ്റീവ് ജോബ്സ് ഒഴികെയുള്ള ബാക്കി എല്ലാവർക്കും സംശയമായിരുന്നു, എങ്ങനെയാണ് ജോൺ സ്കള്ളി ഇത്രയും വലിയൊരു കമ്പനിയുടെ CEO സ്ഥാനം ഉപേക്ഷിച്ച് ആപ്പിൾ പോലെയുള്ള ചെറിയ കമ്പനിയിൽ വന്നിട്ട് ജോയിൻ ചെയ്യുക എന്നുള്ളത്. ആ ഒരു സമയത്ത് ഹൈ മാർക്സും ഹൈ ക്വാളിഫിക്കേഷൻസൊക്കെ നേരിട്ടുള്ള ആപ്പിളിലെ എംപ്ലോയീസിന് പോലും ജോൺ സ്കള്ളിയെ കണ്ട് സംസാരിക്കാൻ പേടിയായിരുന്നു.
ബട്ട് സ്റ്റീവ് ജോബ്സ് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് യൂസ് ചെയ്തുകൊണ്ട് ജോൺ സ്കള്ളിയെ ഫസ്റ്റ് മീറ്റിങ്ങിൽ ഫസ്റ്റ് ഡേ തന്നെ ആപ്പിളിലേക്ക് കൊണ്ടുവരികയുണ്ടായി. സോ ഇത്രയും വലിയൊരു കാര്യം സ്റ്റീവ് ജോബ്സിന് ഒറ്റയടിക്ക് ചെയ്യാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ മാർക്സ് കൊണ്ടോ ഡിഗ്രി കൊണ്ടോ ഒന്നും തന്നെയല്ല. നേരെ മറിച്ച് അദ്ദേഹത്തിന് പ്രോപ്പറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരുന്നു. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എതിരെ നിൽക്കുന്ന ആളുടെ ഇമോഷൻസും മനസ്സിലാക്കാനുള്ള ആ ഒരു സൈക്കോളജിക്കൽ സ്കില്ലും ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ലോകത്തിൽ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ലീഡേഴ്സിനൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ടെക്നിക്കൽ സ്കില്ല് ഇതൊക്കെ ഒരുപക്ഷെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇല്ലായിരിക്കും. ഇതിനേക്കാളും അപ്പുറം ആളുകളെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇവരിൽ ഉണ്ടായിരിക്കും. സോ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് യൂസ് ചെയ്തുകൊണ്ട് ഇവരെക്കാളും ടെക്നിക്കൽ സ്കില്ലും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ഒക്കെയുള്ള ആളുകളെ ഹയർ ചെയ്ത് ഇവർക്ക് കീഴിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കും. സോ നിങ്ങളിൽ എത്ര ഡിഗ്രി, ക്വാളിഫിക്കേഷൻ, ടെക്നിക്കൽ സ്കിൽ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അതിനോടൊപ്പം തന്നെ സൈക്കോളജി, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, നെഗോഷിയേഷൻ സ്കിൽ, ഇത്തരത്തിൽ ഹ്യൂമൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സഹായിക്കുന്ന, ഹ്യൂമൻസിനെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഈ സ്കിൽസ് കൂടി നിങ്ങൾ മാസ്റ്റർ ചെയ്യുക. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.